അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്ക് തുടങ്ങുന്നതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായിട്ടും പ്രവർത്തനം ആരംഭിക്കാൻ നടപടിയില്ലെന്ന് പരാതി. ജീവനക്കാരുടെ പരിശീലനം പൂർത്തിയാക്കുകയും ആവശ്യമായ ഉപകരണങ്ങൾ എത്തിച്ചിട്ടും ഡോക്ടറെ നിയമിച്ച് ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല. ഇതോടെ കഴിഞ്ഞ നവംബറിൽ ബ്ലഡ് ബാങ്ക് ആരംഭിക്കുമെന്ന ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനവും പാഴായി. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ രക്തബാങ്ക് സംവിധാനം വേണമെന്ന ആവശ്യത്തിന് ശക്തിയാർജിക്കുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡയാലിസിസ് യൂണിറ്റിന്റെ ഉദ്ഘാടനത്തിനെത്തിയ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നവംബർ മാസം അവസാനത്തോടെ ബ്ലഡ് ബാങ്ക് പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും ആ പ്രഖ്യാപനം പാഴ്വാക്കായി മാറി. 2 താലൂക്കുകളിലെ രോഗികൾ ആശ്രയിക്കുന്ന ആശുപത്രിയായിരുന്നിട്ടും രക്തബാങ്ക് സംവിധാനമില്ല ഇവിടെ. ഇടുക്കി ജില്ലയിൽ ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്ന ആശുപത്രികളിലൊന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയാണ്. പലപ്പോഴും പ്രസവാവശ്യങ്ങൾക്ക് എത്തുന്നവർക്കാണ് രക്തം കൂടുതലായി ആവശ്യമായി വരുന്നത്. രാത്രികാലങ്ങളിലടക്കം എത്തുന്നവർക്ക് പെട്ടെന്നുള്ള അടിയന്തരാവശ്യങ്ങളെ നേരിടാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ. സർജറി പോലുള്ള ഘട്ടങ്ങളിൽ താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്കിന്റെ അഭാവം വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത്. ദിവസവും രക്തം ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ അടിമാലിയിലെ സന്നദ്ധ സംഘടനകളുടെയും യുവജന സംഘടനകളുടെയും സഹായമാണ് രോഗികൾക്ക് ആശ്രയമായിട്ടുള്ളത്. രക്തബാങ്കിന്റെ അഭാവം വിദൂര ആദിവാസി മേഖലകളിൽ നിന്ന് ഉൾപ്പെടെയെത്തുന്ന രോഗികൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ജീവനക്കാരുടെ പരിശീലനം പൂർത്തിയാക്കുകയും ആവശ്യമായ ഉപകരണങ്ങളടക്കം സജ്ജീകരിച്ചിട്ടുണ്ടെങ്കിലും ഡോക്ടറിനെ നിയമിച്ച് ബ്ലഡ് ബാങ്ക് ആരംഭിക്കുവാൻ അധികൃതർ കാട്ടുന്ന നിസ്സംഗത സാധുജനങ്ങളെ ദുരിതത്തിലാക്കുകയാണ്. ഇവിടേക്ക് ആവശ്യമായ ഡോക്ടറെ നിയമിച്ച് രക്തബാങ്കിന്റെ പ്രവർത്തനം ആരംഭിക്കുവാൻ നടപടി വേണമെന്നാണ് ആവശ്യം. ഉടൻ രക്തബാങ്ക് പ്രവർത്തനം ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നതിൽ സംശയമില്ല. സമീപത്ത് തന്നെ നിരവധി ആദിവാസി കുടികളുണ്ട്. ഈ മേഖലയിൽ നിന്നെല്ലാം തന്നെ പ്രസവാവശ്യമായിട്ട് ഏറ്റവും കൂടുതൽ സമീപിക്കുന്നത് അടിമാലി താലൂക്ക് ആശുപത്രിയാണ്. ആ പ്രവർത്തനത്തോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള ബ്ലഡ് സമയാസമയത്ത് കണ്ടെത്തുന്നതിന് വരുന്ന രോഗികൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് ഉള്ളത്. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് പ്രവർത്തിക്കുന്നതിന് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാൽ മൂലമറ്റം PHSൽ നിന്ന് ഒരു ഡോക്ടറെ ഇങ്ങോട്ട് സ്ഥലം മാറ്റിക്കൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചതിന് ശേഷം അതിൻ്റെ തുടർ നടപടികൾ ഒന്നും എത്താതെ ഉള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് ഈ ഡോക്ടറെ സ്ഥലം മാറ്റിക്കൊണ്ട് ബ്ലഡ് ബാങ്കിൻ്റെ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കണമെന്നാണ് പറയുന്നത്. മൂന്നാർ, ദേവികുളം, അടിമാലി, വെള്ളത്തുവൽ, വിവിധ കുടികൾ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നെല്ലാം എത്തുന്നവരാണ് ഈ ആശുപത്രിയെ ഏറെ ആശ്രയിക്കുന്നത്. ദിനംപ്രതിയുണ്ടാകുന്ന അപകടങ്ങളുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെത്തുന്നവരും നിരവധിയാണ്. ബ്ലഡ് ബാങ്ക് സൗകര്യത്തിനുള്ള ക്രമീകരണങ്ങൾ നടത്തിയെങ്കിലും തുടർ നടപടികളില്ലാത്തതാണ് രോഗികളെ വലയ്ക്കുന്നത്. നിലവിലെ സാഹചര്യത്തെ മറികടക്കാൻ എത്രയും വേഗം ബ്ലഡ് ബാങ്ക് സൗകര്യം ഒരുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ബ്യൂറോ, അടിമാലി.